ഇപ്പൊ എല്ലാവരുടെയും വിചാരം ഞാനും എന്റെ മദറും ഭയങ്കര ബാഡാണ്, പക്ഷെ ഇറ്റ്സ് നോട്ട് ദ ട്രൂത്ത്. സോ ബേസിക്കലി ഈ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഫാദറിനെ പറ്റിയാണ്. എന്റെ ഫാദർ കുറെ ഇങ്ങനെ ഇന്റർവ്യൂസും വീഡിയോസും ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എന്നെ ഭയങ്കര മിസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് കുറെ ഗിഫ്റ്റ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എപ്പോഴും അയക്കാറുണ്ടെന്ന് കുറെ വീഡിയോസ് ഉണ്ട്. ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും കുറെ നമ്പർ ഓഫ് വീഡിയോസ്. ബട്ട് നൺ ഓഫ് ഇറ്റ് ഇസ് ട്രൂ. എനിക്ക് ഒരു കാര്യം പോലും ഇല്ല. ആക്ച്വലി സ്പീക്കിംഗ്, എനിക്ക് ലവ് ചെയ്യാൻ, എന്റെ ഫാദറിനെ ലവ് ചെയ്യാൻ എനിക്ക് ഒരു റീസൺ പോലും ഇല്ല. എൻ്റെ ഒരു സിറ്റുവേഷൻ പറയാം. ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനാണ് കേട്ടോ. ഇപ്പോൾ കോടതിയിൽ ഞാൻ വാക്ക് കൊടുത്തിരിക്കുകയാണ്. അതേപോലെ അറസ്റ്റായെന്ന് പോലീസിടത്തും ഞാൻ വാക്ക് കൊടുത്തിരിക്കുകയാണ്. ഞാൻ ഇനി ഇതിനെക്കുറിച്ച് ഒരിക്കലും പേരെടുത്ത് സംസാരിക്കില്ലെന്ന്. അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ വാക്ക് ഞാൻ പാലിക്കുന്നുണ്ട്. പിന്നെ കേസ് മേലെ കേസ് കൊടുത്ത് എൻ്റെ വായടച്ചിട്ട് മിണ്ടാതിരിക്കുന്നു പറഞ്ഞാൽ மற்றவரெல்லாரும் സംസാരിക്കുന്നു. நம்ம நிம்மதியா போகணும், எதுலயும் தலையிடக்கூடாது, பீஸ்ஃபுல்லா இருக்கணும்னு நினைக்கிறாரு. பட் அந்த சைட்ல இருந்து தான் ஏதாவது பேக் டு பேக் வந்துட்டே இருக்கு ஏதாவது. இல்ல என்னோட സിറ്റുവേഷൻ நான் எல்லாருக்கும் മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. എന്നോട് ഒരു അവസ്ഥ ഇപ്പോ സംസാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മേലെ അടുത്ത കേസ്, സംസാരിച്ചില്ലെങ്കിൽ യൂട്യൂബ്കാരും പിന്നെ ഇന്ന് റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ ഫോർജറിനൊക്കെ പറയുന്നു. സംസാരിച്ചില്ലെങ്കിൽ അതിന് മേലെ ഒരു വലിയ സംഭവം. അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ മിണ്ടണോ ഇല്ല മിണ്ടാതിരിക്കണോ? മിണ്ടിയാലും കുഴപ്പം, മിണ്ടില്ലെങ്കിലും പ്രശ്നം. நான் என்ன பண்ணணும்? நான் என் பொண்டாட்டி கூட ஜாலியா இருக்கேன். ഞങ്ങൾക്ക് ഒരു കുട്ടി വരാൻ പോകും, വരും. നടൻ ബാലയും അമൃത സുരേഷും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരിക്കലും അവസാനിക്കില്ല എന്നാണ് തോന്നുന്നത്. അവരുടെ വിവാഹബന്ധം വേർപ്പെടുത്തുന്ന സമയത്ത് ജീവനാംശം ഒന്നും ബാല കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു ഇൻഷുറൻസ് തുക അവരുടെ കുട്ടിയുടെ പേരിൽ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ബാല. ഇപ്പോൾ അതിൽ കൃത്രിമത്വം കാണിച്ചു എന്നും പറഞ്ഞിട്ടാണ് ഈ ബാലയ്ക്കെതിരെ ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ബാല പറയുന്നത് ഇങ്ങനെ ഒരു സംഭവത്തെ കുറിച്ചിട്ട് എനിക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്നാണ് ബാല പറഞ്ഞത്. അതിന് പുറകെ തന്നെ ഈ ബാലയാണെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇതിന്റെ അഭിപ്രായം പറയാൻ വന്നിട്ടുണ്ട്. കൂടെ കോകിലയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ബാല അതിലും പറയുന്നത് എന്താ, എനിക്ക് ഇതേ കുറിച്ചിട്ട് ഒന്നും അറിയില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ കോകിലയുമായിട്ട് സന്തോഷത്തോടെ കഴിയുകയാണ്. അതിനിടയ്ക്കാണ് ഇപ്പൊ കേസും കൂട്ടം എന്ന് പറഞ്ഞിട്ട് വീണ്ടും എന്നെ ശല്യപ്പെടുത്താൻ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പ്രഗ്നന്റ് ആയിരിക്കുകയാണ് ഈ കോകില. അവര് നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പൊ. അതിനിടയ്ക്കാണ് ഇപ്പൊ കേസ് പുകിലും മറ്റത് മറിച്ചത് എന്നും പറഞ്ഞിട്ടൊക്കെ വീണ്ടും വന്നിരിക്കുന്നത്. ഒരുപാട് പേര് ബാലയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ആ വീഡിയോയുടെ താഴെ ഒരുപാട് കമന്റ്സ് വന്നിരിക്കുന്നത്. ഒരുപാട് ബാലയ്ക്ക് ഫുൾ സപ്പോർട്ടാണ് ആൾക്കാരെല്ലാം കൊടുത്തിരിക്കുന്നത്. അല്ല, ഒരാൾ ചോദിക്കുകയാണ്, ഒട്ടുമിക്ക ആളുകളും ചോദിക്കുന്ന ഒരേ ഒരു കാര്യമാണ് കേട്ടോ, ബാലയെ വേണ്ടാത്തവൾക്ക് എന്തിനാണ് ബാലയുടെ ക്യാഷ് എന്നാണ് ചോദിക്കുന്നത്. പിന്നെ ഒരാൾ ചോദിക്കുകയാണ്, അച്ഛനെ തള്ളിപ്പറഞ്ഞ മകൾക്ക് അച്ഛന്റെ പണം എന്തിനാണ്? നന്നായി പഠിച്ച് ജോലി വാങ്ങിച്ച് ജീവിക്കൂ, കിട്ടേണ്ടത് കിട്ടും. അത് ബാല പറയുന്നുണ്ട്. എന്തായാലും ആ കുട്ടിക്കുള്ളത് കൊടുക്കുമെന്നും ബാല മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല പോലെ ജീവിക്കുന്നത് കണ്ടാൽ സഹിക്കുന്നില്ല അവൾക്ക്. അതാണ് കാര്യം. അതായത് അമൃതയ്ക്ക് സഹിക്കുന്നില്ല, കോകിലയും ബാലയും നന്നായിട്ട് ജീവിക്കുന്നത് സഹിക്കുന്നില്ല. അതിന്റെ ക്രിമിനടിയാണെന്നാണ് പറയുന്നത്. നല്ലപോലെ ജീവിക്കുന്നത് കണ്ടാൽ സഹിക്കുന്നില്ല. തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളെ ആർക്കും തകർക്കാൻ കഴിയില്ല. ഫുള്ള് ബാലയ്ക്ക് അനുകൂലമായിട്ടാട്ടോ. ഇവൾക്ക് നാണമില്ലേ ഇങ്ങനെ കേസ് കൊടുക്കാൻ? അയാളുടെ വഴിക്ക് വിടൂ. ഇവളുടെ കണ്ണിൽ കുരുവാണോ? അവര് ജീവിക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ ചെയ്യുവാണെന്നൊക്കെയാണ്. അവളുടെ കണ്ണിൽ കുരുവാണോ ഇതൊക്കെയെന്ന് ചോദിക്കുന്നത്. അതായത് അമൃതയോട് ചോദിക്കുവാണ് ഇത് കേട്ടോ. അമൃതയാണ് അവര് പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ കോകിലയുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ട് സഹിക്കാൻ പറ്റാതെയാണ് ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത് നാണമില്ലാത്ത ചിലരൊക്കെ. ആരെയാ? അമൃത. നിങ്ങൾ അവരെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച് ഇനി അതൊക്കെ നിയമത്തിന് വിട്ടുകൊടുത്ത് അവരെ അവരുടെ വഴിക്ക് വിടൂ. നിങ്ങൾ സന്തോഷമായിരിക്കൂ, അവരെയും അതിന് അനുവദിക്കൂ.
ബാല അമൃത ഇഷ്യൂസ് ഇടയ്ക്കിടയ്ക്ക് തരംഗം സൃഷ്ടിക്കാറുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ. എങ്കിലും ഒരുപാട് സൈബർ അറ്റാക്ക് ഒക്കെ നേരിട്ടതാണ് ഈ ബാല എന്ന് പറയുന്നത്. എങ്കിലും ഈ കോഹ്ലിയെ കല്യാണം കഴിച്ചിട്ട് അടങ്ങി ഒതുങ്ങി സന്തോഷത്തോടുകൂടി ജീവിച്ചു വരുവാണ് ഇപ്പം. ഈ ഒരു നല്ല ജീവിതത്തിനിടയ്ക്ക്, അതായത് വൈഫ് ഇപ്പം ഗർഭിണിയാണ്, ഒരു പ്രശ്നത്തിനും അതിനുശേഷം ആ കോഹ്ലിയെ കല്യാണം കഴിച്ചതിന് ശേഷം ഒരു പ്രശ്നവും നമ്മൾ കേട്ടിട്ടുമില്ല, ഒന്നുമില്ല, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവാ. അതിനിടയ്ക്കാണ് ഇപ്പം അമൃത കൊണ്ടുപോയി വഞ്ചനാ കുറ്റത്തിന് കേസ് കൊടുത്തിരിക്കുന്നത്. ഈ സമയത്താണ് ഒരു പുരുഷ കമ്മീഷന്റെ ഒക്കെ ആവശ്യകത തോന്നുന്നത്. രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ ഒരു പുരുഷ കമ്മീഷൻ ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കിയേനെ. അപ്പം പുരുഷ കമ്മീഷൻ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ പ്രശ്നങ്ങളൊക്കെ ഒഴിഞ്ഞു മാറിയേനെ. പിന്നെ ഒരാൾ പറയുന്നുണ്ട് കേട്ടോ, കേസ് ജയിക്കാൻ വേണ്ടി എന്തും പറയും, നിങ്ങളുടെ സത്യം നിങ്ങൾ ബോധ്യപ്പെടുത്തുക കോടതിയിൽ. മകളുടെ മേൽ അച്ഛൻ അവകാശമില്ല, കാണാൻ പോലും അനുവദിക്കുന്നില്ല. കുട്ടിയും പബ്ലിക്കിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛനെ വേണ്ട എന്ന്. ഇപ്പോൾ പിന്നെ പണം ചോദിക്കേണ്ടതില്ല, ഒരു ബന്ധവുമില്ല. ഇത്രയും വെറുപ്പിച്ചിട്ട് കോടതിയിൽ കയറ്റി അപമാനിച്ചിട്ട് ഇനിയും അയാളുടെ പണം എന്തിനാണ്? ശരിയല്ലേ? അയാളുടെ പണം എന്തിനാ? അച്ഛനെ വേണ്ടാത്തവർക്ക് അവരുടെ പണം എന്തിനാ? ബാല അയാളുടെ ജീവിതവുമായി മുന്നോട്ട് പൊയ്ക്കോട്ടെ. വേറെ വിവാഹിതനുമാണ് ബാല. ഇപ്പോൾ ഇനി എന്തിനാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്തായാലും സത്യാവസ്ഥ പുറത്തു വരട്ടെ. ഇപ്പം ബാലയ്ക്ക് വേറൊരു ജീവിതമായി, ആ സന്തോഷത്തോടുകൂടി ജീവിക്കട്ടെ. അമൃതയാണെങ്കിൽ മകളും ഒത്ത് വേറൊരു ജീവിതം, അവരും സന്തോഷമായിട്ട് തന്നെ ജീവിക്കട്ടെ. ഒരു മേജർ ഇഷ്യൂവിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആക്ച്വലി സ്പീക്കിംഗ് എനിക്ക് ഇതിനെ പറ്റി സംസാരിക്കാൻ പോലും ഇഷ്ടമല്ല. ഇറ്റ്സ് വെരി സെൻസിറ്റീവ് ടോപ്പിക് ഫോർ മീ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ടോക്ക് ചെയ്യാൻ ഇതിനെ പറ്റി ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് മടുത്തു. എനിക്ക് എൻ്റെ മദറും എൻ്റെ ഫുൾ ഫാമിലിയും ഭയങ്കര സാഡായിട്ടും ഇരിക്കുന്നത് എനിക്ക് കണ്ട് മടുത്തു. എനിക്കത് പറ്റില്ല. എനിക്ക് ഇറ്റ്സ് വെരി സാഡ് ഫോർ മീ ടു സീ മൈ ഫാമിലി സോ ഇമോഷണൽ. അതെനിക്ക് പറ്റില്ല. അത് മാത്രമല്ല, എനിക്കും ഇത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ സ്കൂളിൽ പോകുമ്പോഴോ വെറുതെ യൂട്യൂബിൽ നോക്കുമ്പോഴോ ഇത് എന്നെ പറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എന്നെയും എൻ്റെ മദറിനെയും പറ്റി ഫോൾസ് ആക്യൂസേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ചില സമയത്ത് ചോദിക്കാറുണ്ട്, ഇതെങ്ങനെയാണോ, അത് ട്രൂ ആണോ, ഇവര് പറയുന്നത് ട്രൂ ആണോ, ശരിക്കും ഇതൊക്കെ നടന്നു? എനിക്കതിന് ആൻസർ പറയാൻ കിട്ടുന്നില്ല. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇങ്ങനെ ഫോൾസ് ആക്യൂസേഷൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരുടെയും വിചാരം ഞാനും എൻ്റെ മദറും ഭയങ്കര ബാഡാണ്. പക്ഷെ ഇറ്റ്സ് നോട്ട് ദ ട്രൂത്ത്. സോ ബേസിക്കലി ഈ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൻ്റെ ഫാദറിനെ പറ്റിയാണ്. എൻ്റെ ഫാദർ കുറെ ഇങ്ങനെ ഇന്റർവ്യൂസും വീഡിയോസും ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എന്നെ ഭയങ്കര മിസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് കുറെ ഗിഫ്റ്റ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എപ്പോഴും അയക്കാറുണ്ടെന്ന് കുറെ വീഡിയോസ് ഉണ്ട്. ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും കുറെ നമ്പർ ഓഫ് വീഡിയോസ്. ബട്ട് നൺ ഓഫ് ഇറ്റ് ഇസ് ട്രൂ. എനിക്ക് ഒരു കാര്യം പോലും ഇല്ല. ആക്ച്വലി സ്പീക്കിംഗ്, എനിക്ക് ലവ് ചെയ്യാൻ, എൻ്റെ ഫാദറിനെ ലവ് ചെയ്യാൻ എനിക്ക് ഒരു റീസൺ പോലും ഇല്ല. അത്രയും എന്നെയും എൻ്റെ മദറിനെയും എൻ്റെ അമ്മാവിനെയും എൻ്റെ ആൻറ്റീനെയും ഭയങ്കരമായിട്ട് മെന്റലിയും ഫിസിക്കലിയും ടോർച്ചർ ചെയ്തിട്ടുള്ള ഒരാളാണ്. ലൈക്ക് ലിറ്ററലി എനിക്ക് ഒരു കാര്യം പോലും ഇല്ല എനിക്ക് ലവ് ചെയ്യാൻ. ആക്ച്വലി ഫോർ എക്സാമ്പിൾ, എപ്പോഴും ഞാൻ ചെറുതായിരുന്നപ്പോൾ, ഞാൻ ഭയങ്കര കുഞ്ഞായിരുന്നു, എന്നാലും he would come home drunk and just actually start beating my mother. എനിക്കത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമാവും. ഒരു റീസണും ഇല്ല. പക്ഷെ വെറുതെ വീട്ടിൽ വന്ന് ഡ്രങ്ക് ആയിട്ട് എൻ്റെ മദറിനെ വെറുതെ തല്ലിക്കൊണ്ടിരിക്കും. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഞാനൊരു കുഞ്ഞല്ലേ. ഞാനിതൊക്കെ കാണുമ്പോൾ എനിക്കും നല്ല വിഷമാവാണ്. എൻ്റെ മദറും എൻ്റെ ഫാമിലിയും നല്ല വർക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്, എന്നെ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ഒറ്റ ഒരു കാര്യത്തിന് പോലും എന്നെ തല്ലിയിട്ടില്ല. എപ്പോഴും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. എന്നെ ഭയങ്കരമായിട്ട് ലവ് ചെയ്യുന്നൊരു ഫാമിലിയാണ്. എൻ്റെ ഫാദർ കുറെ ഇന്റർവ്യൂസിലും കുറെ ലൈസും ഫോൾസ് അലിഗേഷൻസ് എൻ്റെ മദറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഫോൾസ് ആണ്. ലിറ്ററലി എൻ്റെ മദറിനെ കുറെ തല്ലിയിട്ടുണ്ട്, എൻ്റെ മദറിനെ കുറെ ടോർച്ചർ ചെയ്തിട്ടുണ്ട്. എൻ്റെ മദർ മാത്രമല്ല, എന്നെയും ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. ഞാൻ കുഞ്ഞായിരുന്നപ്പോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു പ്രാവശ്യം ഡ്രങ്ക് ആയിട്ട് വന്നിട്ട് ഒരു ഗ്ലാസ് ബോട്ടിൽ എന്റെ മുഖത്തേക്ക് എറിയാൻ ചെയ്തു.
അപ്പൊ എന്റെ മദർ ഉണ്ടായിരുന്നില്ലെങ്കിൽ ശരിക്കും എനിക്ക് എന്റെ തലയിലെങ്കിലും ഇടിച്ചാന്. ഇവിടെ എന്റെ മദർ ഉള്ളതുകൊണ്ട് കൈവച്ച് ബ്ലോക്ക് ചെയ്തിട്ടാണ് എനിക്കൊന്നും നടക്കാണ്ടിരുന്നത് തന്നെ. അത്രയും ടോർച്ചർ ചെയ്തിട്ടുണ്ട്, മെന്റലി മാത്രമല്ല ഫിസിക്കലിയും. എന്റെ മദറിനെ എന്നെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം കോർട്ടിലിരുന്നപ്പോൾ എന്നെ ലിറ്ററലി ഓൺ ദ ഫ്ലോർ ഡ്രാഗ് ചെയ്തിട്ട് ചെന്നൈ കൊണ്ടുപോയിട്ട് ലൈക്ക് ലിറ്ററലി ആ റൂമിലിട്ടിട്ട് എനിക്ക് ഒരു ഫുഡോ ഒരു സാധനവും ചെയ്യില്ല. ഇങ്ങനത്തെ ഒക്കെ ആൾക്കാരനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. ആക്ച്വലി ഇത് പ്ലീസ്, വാട്ട് ഈസ് സേയിങ് ഇസ് ആബ്സല്യൂട്ട്ലി റോങ്, ഫുൾ ഓഫ് ലൈസ്, ആൻഡ് ഈസ് മെന്റലി ആൻഡ് ഫിസിക്കലി ടോർച്ചർഡ് മീ ആൻഡ് മൈ മദർ. ലൈക്ക് ലിറ്ററലി ജസ്റ്റ് ഇമാജിൻ, കോട്ടീന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ചെന്നൈ കൊണ്ടുപോയിട്ട് ഒരു റൂമിലിട്ട് പൂട്ടിയിട്ടേക്കായിരുന്നു. എന്റെ മദറിനെ വിളിക്കാനും സമ്മതിക്കില്ല, ഒരു സാധനവും ചെയ്യാൻ സമ്മതിച്ചില്ലായിരുന്നു. അത്രയും ടോർച്ചർ ചെയ്തിട്ടുണ്ട്. അത് മാത്രല്ല, ഒരു